ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ലിന് താങ്ങുവില നാടാണ് കേരളം. ആ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞു നെല്ലിന്റെ നെല്ലിന്റെ സംഭരണം നടത്തേണ്ട ആരാ നടത്തേണ്ടത്? പറയൂ ആരാ നടത്തേണ്ടത്? കേന്ദ്ര സർക്കാർ FCI ആ നിലപാടിൽ നിന്ന് പോയി. എപ്പോഴാ പോയത്? നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോ നെല്ലിന്റെ സംഭരണം എന്ന പ്രൊക്യൂർമെന്റ് അതിൽ നിന്ന് BJP പുറത്തുപോയപ്പോ കേരളത്തിലെ സപ്ലൈകോയെ വെച്ച് ആ നെല്ല് സംഭരണം നടപ്പിലാക്കുകയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷിക്കാരന് താങ്ങുവില നൽകുന്ന സംസ്ഥാനമാണ് കേരളം. ആ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. താങ്കൾ ഇവിടെ പറഞ്ഞു രാസവളത്തിന്റെ സബ്സിഡി മാത്രമല്ല എല്ലാ സബ്സിഡികളും BJPയുടെ സർക്കാർ വന്നപ്പോ നരേന്ദ്രമോദിയുടെ കാലത്ത് എടുത്തു കളഞ്ഞു. ഇന്ത്യയുടെ പാർലമെന്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് BJP പാസാക്കിയ കർഷക നിയമങ്ങൾ കർഷകൻ തെരുവിൽ വലിച്ചു കീറി. തെരുവിൽ വെച്ച് BJPയുടെ പ്രധാനമന്ത്രിക്ക് പറയേണ്ടി വന്നു ഞങ്ങൾ ഇത് നടപ്പിലാക്കില്ല എന്ന്. ഇന്ത്യയിലെ കർഷകന്റെ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങളെ താങ്ങുന്നതും കേരളത്തിലാണ്. ശരി, ഇനി മറുപടി മറ്റേ കർഷകരെ ആരാ നെല്ല് സംഭരിക്കേണ്ടത്? 21.83 പൈസ കേന്ദ്രം തന്ന പൈസ ജനങ്ങൾക്ക് കൊടുക്കാതെ ചതിച്ചതും വഞ്ചിച്ചതും ആരാണ്? 21.83 ഈ കേരളത്തിൽ ജനങ്ങൾക്ക് കൊടുക്കാതെ സംഭരിക്കേണ്ട ചുമതല എന്തിനാ ചുമതലയിൽ നിന്ന് മാറ്റി? നരേന്ദ്രമോദി എന്തിനാണ് FCIയെ നെല്ലിന്റെ സംഭരണ ചുമതലയിൽ നിന്ന് മാറ്റിയത് എന്നതാണ് ചോദ്യം. ജനങ്ങളെ വഞ്ചിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ടു കൂട്ടരും കൂടെ ജനങ്ങളെ വഞ്ചിച്ചു. ഇന്ത്യ മഹാരാജ്യത്ത് കർഷകനോട് ഇതുപോലെ നീതി കാണിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി കർഷകർ മുഴുവൻ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുന്നത് എന്തിനാണ് സഹോദര? അദ്ദേഹം പറഞ്ഞു കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് 6000 രൂപ അദ്ദേഹം കൊടുത്തു എന്ന് പറഞ്ഞു. എത്ര വർഷം നിങ്ങൾ മനസ്സിലാക്കണം. 2 ഈ ആലത്തൂർ